ദ ഫസ്റ്റ് ചർച്ച്, ഒന്നാമത്തെ സഭ യെരുശലേമിലെ സഭയാണ്. ജൂവിഷ് ക്യാപിറ്റൽ എന്ന് പറയാം യെരുശലേം. അവിടെയാണ് ആദ്യത്തെ സഭ സ്ഥാപിക്കപ്പെട്ടത്. പെന്തക്കോസ്ത് നാളിനെ തുടർന്നാണ് അത് സ്ഥാപിക്കപ്പെട്ടത്. ആ സഭയിലുണ്ടായിരുന്നവർ യഹൂദ മതാടിസ്ഥാനികരായിരുന്നു. യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തുവിനെ കൈക്കൊണ്ട് ദൈവമക്കളായി തീർന്നവർ, അല്ലെങ്കിൽ നമുക്ക് പറയാം എബ്രായ ക്രിസ്ത്യാനികൾ. എബ്രായ എന്ന് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്, അബ്രഹാമിനെ കുറിച്ചാണ് ആ പദം ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായ ക്രിസ്ത്യാനികൾ അതായിരുന്നു യെരുശലേമിലെ സഭാംഗങ്ങൾ എല്ലാവരും. ആ സഭാംഗങ്ങൾ എന്ന് പറയുമ്പോൾ അസാധാരണമായിരിക്കുന്നൊരു കൂട്ടം വിശ്വാസികളായിരുന്നു ഈ സഭാംഗങ്ങൾ. ചരിത്രത്തിൽ വളരെ പ്രത്യേകതയുള്ള സഭാംഗങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാർ, യേശുവിൻ്റെ അമ്മ മറിയ, യേശുവിനെ അനുധാവനം ചെയ്ത് ശുശ്രൂഷിച്ചു പോന്ന അനേക സ്ത്രീകൾ, അതുപോലെ തന്നെ പെന്തക്കോസ്ത് നാളിൽ 100 പേരോടുകൂടി ഇരുന്ന് ആത്മനിറവ് പ്രാപിച്ചവർ, അപ്പോസ്തലന്മാരുടെ കയ്യാൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവർ, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിച്ചവർ, സ്വർഗാരോഹണം ദർശിച്ചൊരു കൂട്ടർ. അതെന്നെ ഒരു സഭയായിരിക്കും. ഇങ്ങനെയുള്ള അംഗങ്ങളാണ് യെരുശലേമിലെ സഭയിൽ ഉണ്ടായിരുന്നവർ, എബ്രായ വിശ്വാസികൾ. അന്നത്തെ പ്രസംഗത്തിൽ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവർ എന്ന് പറയുന്നു. ചരിത്രം സൃഷ്ടിക്കുന്നവർ, അസാധാരണക്കാരായിരിക്കുന്ന ആളുകൾ, പണ്ഡിതന്മാരും ജ്ഞാനികളും മതനേതാക്കന്മാരും നിശബ്ദരായി പോകുന്ന നിലയിൽ സാധാരണക്കാർക്കുള്ള ദൈവകൃപ, പരിശുദ്ധാത്മ നിറവും ശക്തി നിമിത്തം അത്ഭുതങ്ങൾ, ദൈവശക്തിയുടെ വ്യാപനം, ഇതെല്ലാം ഉൾക്കൊള്ളുന്നൊരു സഭ ഇതായിരുന്നു ഈ എബ്രായ വിശ്വാസികളുടെ സഭ. കാലം ഇങ്ങനെ മുമ്പോട്ട് പോയി. ഈ എബ്രായ വിശ്വാസികൾക്കാണ് എബ്രായ ലേഖനം എഴുതുന്നത്. ആ എബ്രായ ലേഖനം വായിച്ചാൽ നമുക്കറിയാം, ഇറ്റ്സ് നോട്ട് സ്പീക്കിംഗ് ഓഫ് എ പവർഫുൾ ചർച്ച്. ഇത്ര ശക്തരായിരിക്കുന്ന ഒരു സഭയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എ പീപ്പിൾ വിത്ത് പാഷൻ ആൻഡ് സീൽ, തീഷ്ണതയുള്ള തീവ്രമായിരിക്കുന്ന വിശ്വാസ സമൂഹത്തെക്കുറിച്ചല്ല പറയുന്നത്. അവരെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷത്തോടെ സമ്പത്തുകളുടെ അപഹാരവും സഹിച്ചു. എങ്ങനെ? സ്വർഗത്തിൽ നിങ്ങൾക്കൊരു നിക്ഷേപമുണ്ടെന്നറിഞ്ഞ്. അതൊക്കെ പോയി. ദിസ് ലാംപ് ഈസ് നോ മോർ ബർണിംഗ്. ഈ വിളക്ക് കത്തുന്നില്ല. ദ ഗ്ലിറ്റർ ഈസ് ഗോൺ. ഇതിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടു. ദ ജോയ് ഈസ് ഇറോഡഡ്. ആ സന്തോഷം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പെന്തക്കോസ്ത് നാൾ തൊട്ട് എബ്രായ ലേഖനം എഴുതുന്ന സമയം വരെ ഏതാണ്ട് എൻ്റെ ഒരു കണക്കുകൂട്ടൽ 20 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഈ 20 വർഷം കൊണ്ട് സംഭവിച്ച കാര്യം, ഈ അത്യത്ഭുതകരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും അനുഭവിക്കുകയും ദൈവകൃപ അനുഭവിക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുകയും സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നൗ അനദർ സ്റ്റോറി. മറ്റൊരു കഥ. കർത്താവിനെ കൂടാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാജഡി. ഞാൻ സാധാരണ പറയും, എവ്രി ലൈഫ് ഇസ് എ ട്രാജഡി. എല്ലാ ജീവിതവും ഒരു ദുരന്തമാണ്. സാധാരണ ആളുകൾ പറയുമല്ലോ മരണത്തെക്കുറിച്ച്, ഇറ്റ്സ് ട്രാജഡി, വലിയ വലിയ ദുരന്തമായിപ്പോയി. ഞാൻ പറയുന്ന മരണമല്ല ദുരന്തം, ജീവിതം തന്നെ ദുരന്തമാണ്. ലൈഫ് ഇസ് എ ട്രാജഡി. പക്ഷെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ദർ ഇസ് സംതിങ് കോൾഡ് ഇറ്റേണൽ ട്രാജഡി. നിത്യമായിരിക്കുന്ന ദുരന്തം. കർത്താവിനെ അറിയാത്തവരുടെ ജീവിതം ഒരു ദുരന്തമാണെങ്കിൽ തന്നെയും they have still a chance to make it a blessing. അവർക്കത് അനുഗ്രഹമായി തീരാനായിട്ടൊരു സാധ്യത അവരുടെ മുമ്പിലുണ്ട്. എന്ന് യേശുക്രിസ്തുവിനെ അവർ കണ്ടുമുട്ടുന്നോ, the tragedy moves
gives place for a blessing. ഈ ദുരന്തം ഒരു അനുഗ്രഹത്തിനായിട്ട് വഴിമാറുകയാണ്. സോ ലോകമനുഷ്യന്റെ ദുരന്തം എന്ന് പറയുന്നത് ഇറ്റേണൽ ട്രാജഡി അല്ല, നിത്യദുരന്തമല്ല. എന്നാൽ ഒരു വിശ്വാസി സമയത്തോളം ദൈവകൃപ പോയാൽ, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ, ദൈവന് കൊടുത്ത തിളക്കം നഷ്ടപ്പെട്ടാൽ, അവൻ്റെ അകത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ ചലനം നഷ്ടപ്പെട്ടാൽ, ദൈവത്തുള്ള ബന്ധം അറ്റുപോയി കഴിഞ്ഞാൽ, ഇറ്റ്സ് മോർ ദൻ ട്രാജഡി, ഇറ്റ്സ് എൻ ഇറ്റേണൽ ട്രാജഡി. അത് കേവലം ഒരു ദുരന്തമെന്നല്ല പറയേണ്ടത്, നിത്യമായിരിക്കുന്നൊരു ദുരന്തമാണ്. ഈ എബ്രായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം they are now slowly nearing to that eternal tragedy. ഈ എബ്രായ വിശ്വാസികൾ പതുക്കെ പതുക്കെ ഈ നിത്യ ദുരന്തത്തോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് എബ്രായ ലേഖനം എഴുതുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എബ്രായ ക്രിസ്ത്യാനികളുടെ പതനത്തിൻ്റെ ചില പടികൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദ സ്റ്റെപ്സ് ടു ഡൗൺഫോൾ, വീഴ്ചയുടെ ചില പടികൾ. ഇത് നാം ശ്രദ്ധിക്കുമ്പോൾ ഓർക്കുക, ഇതിനോട് സമാന്തരമായി പോകുന്ന നമ്മുടെ പതനത്തിൻ്റെ പടികൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. എബ്രായലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. Have your grip lest you drift. നിങ്ങളുടെ പിടുത്തം മുറുകെ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒഴുകിപ്പോകും. ഗ്രിപ്പ്, നിങ്ങളുടെ പിടുത്തം മുറുകെ ആയിരിക്കണം. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യം. ദൈവമക്കളെ സംബന്ധിച്ചോളം ഇറ്റ്സ് നോട്ട് എ ന്യൂട്രൽ വാക്ക്. ഇതൊരു നിഷ്പക്ഷമായിരിക്കുന്ന ഒരു ജീവിതമല്ലിത്. ഇറ്റ്സ് എ പോസിറ്റീവ് ക്രിയേറ്റഡ് ഓൺവേർഡ്, ക്രിയാത്മകമായിരിക്കുന്ന മുൻപോട്ട് പോകുന്ന ഒരു ജീവിതമാണിത്. ലക്ഷ്യമുള്ള മുൻപോട്ടുള്ള ബോധപൂർവമുള്ളൊരു ചലനമാണ്. ഹോൾഡ് ഓൺ. അതിനെ നിങ്ങൾ കേട്ടിട്ടുള്ളതിനെ, നിങ്ങൾക്ക് ലഭിച്ചതിനെ, ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. ശ്രദ്ധിക്കുക, എബ്രായ ക്രിസ്ത്യാനികൾക്ക് ദൈവവചനം കിട്ടിയത് കൊണ്ടാണ് യഹൂദ മതസ്ഥരായിരുന്ന അവർ ക്രിസ്തുവിൻ്റെ ഭക്തന്മാരായി തീർന്ന്, ശിഷ്യന്മാരായി തീർന്നു. This is the whole reason they had the word that put them across. അവരെ മറ്റൊരിടത്തേക്ക് എത്തിച്ചത് ഈ വചനമാണ്. അവർക്ക് ലഭിച്ച വചനത്തെ പിടിച്ചുകൊള്ളണം എന്നാണ് പറയുന്നത്. You cannot be more spiritual than your scriptural disposition and commitment. നിങ്ങളുടെ ദൈവവചനത്തോടുള്ള നിങ്ങളുടെ ഹൃദയംഗമായിരിക്കുന്ന ബന്ധവും പ്രതിബദ്ധതയ്ക്കും ഉപരി നിങ്ങൾക്ക് ആത്മീയരാകാൻ കഴിയില്ല. ഐ റിപ്പീറ്റ് ഇറ്റ്. നിങ്ങൾക്ക് ദൈവവചനത്തോടുള്ള നിങ്ങളുടെ ഹൃദയംഗമായിരിക്കുന്ന ബന്ധവും നിങ്ങളുടെ പ്രതിബദ്ധതയും അതിലും ഉപരി നിങ്ങൾക്ക് ആത്മീയരാകാൻ കഴിയില്ല. മനസ്സിലായോ? നിങ്ങളുടെ ആത്മീയതയും നിങ്ങളുടെ വിശുദ്ധ വചനവുമായിട്ടുള്ള ബന്ധം നേരെ ഒരുമിച്ച് പോകുന്നതാണ്. ഇറ്റ് ഗോസ് പാരലൽ ആൻഡ് പ്രൊപ്പോർഷണൽ. അത് ചേർന്ന് ഒരുമിച്ച് പോകുന്നതാണ്. നാം ഇന്ന് കാണുന്ന ലോകത്തിൽ ആത്മീയതയുടെ വലിയ പ്രസരം നാം കാണുകയാണ്. എല്ലായിടത്തും ആത്മീയത, എല്ലായിടത്തും ഉണർത്തൽ, എല്ലായിടത്തും ആരാധന, എല്ലായിടത്തും പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ. How genuine it is. അത് എത്രമാത്രം സത്യമാണ്, ശുദ്ധമാണ്. അതിൻ്റെ തെളിവ്, what is the place of God's word in their midst. അവരുടെ നടുവിൽ ദൈവവചനത്തിൻ്റെ സാങ്കത്യം, പ്രസക്തി, പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. There is a kind of spirituality which has not
to do with God's word. ദൈവത്തിൻ്റെ വചനവുമായി ബന്ധിക്കപ്പെടാത്തൊരു ആത്മീയതയുണ്ട്. പലരുടെ ആത്മീയതയും അവരുടെ പാട്ടിലായിരിക്കുന്നു, അവർ ചെയ്യുന്ന പ്രവൃത്തികളിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ വണ്ടർഫുൾ ടൈം ഓഫ് വർഷിപ്പ്, അവരുടെ ആരാധനയുടെ മനോഹരമായിരിക്കുന്ന സമയത്തിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിലും കൂടിവരവുകളിലും പല വിധത്തിലുള്ള ശുശ്രൂഷകളിലും അനവധി കാര്യങ്ങളിലാണ് ആളുകളുടെ ആത്മീയത ഇരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആത്മീയതയുടെ പുറമോടി ഇങ്ങനെ നടക്കുന്നു. Where the word is lacking, there is no spirituality. വചനത്തിന് പ്രസക്തിയും പ്രാധാന്യവും ഇല്ലാത്ത ആത്മീയതയില്ല. വചന കേൾവി പോരാ, വചന പഠനം പോരാ, വചനത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. വചനത്തെ ജീവിക്കേണ്ട ആവശ്യമുണ്ട്. വചനത്തെ മനനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. വചനത്തെ നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. വചനത്തെ നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. വചനത്തെ നമ്മുടെ തീരുമാനങ്ങളുമായിട്ട് ബന്ധിക്കേണ്ട ആവശ്യമുണ്ട്. വചനത്തെ നമ്മുടെ ദൈനംദിന ജീവിതമായിട്ട് ബന്ധിക്കപ്പെട്ട ആവശ്യമുണ്ട്. വചനത്തെ നമ്മുടെ ബന്ധങ്ങളുമായിട്ട് ബന്ധിക്കേണ്ട ആവശ്യമുണ്ട്. വചനത്തെ നമ്മുടെ ലോക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ തൊഴിലും നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധിക്കേണ്ടതായിട്ടുണ്ട്. വിത്ത് എവറിത്തിങ് ദ വേർഡ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ അവർ ലൈഫ്. ആൻഡ് വിത്ത് ദാറ്റ് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ ആന്തരിക ബന്ധത്തോടുകൂടി നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലേക്കും വചനവും വഴിയുള്ളൊരു ബന്ധം ആവശ്യമാണ്. ആൻഡ് വെൻ യു ലൂസ് ഇറ്റ്, ഇത് നഷ്ടപ്പെടുമ്പോൾ there is a drifting, ഒരു ഒഴുക്ക്. The drifting because of sin in the world, ജഡത്തിൻ്റെ പാപനിമിത്തമുള്ള ഒഴുക്ക്, ലോകത്തിൻ്റെ വശ്യത നിമിത്തമുള്ള ഒരു ഒഴുക്ക്. അതിൽ നമ്മളെ പിടിച്ച് നിർത്തേണ്ടതിനായിട്ട് എന്ത് വേണം? Have a grip on God's word. I'm so sorry for people who have no connection and understanding of God's word. ദൈവത്തിൻ്റെ വചനത്തോടുള്ള നിരന്തര ബന്ധവും അതിനെക്കുറിച്ചുള്ള ബോധവും ഇല്ലാതെ ആത്മീയം എന്ന് പറയുന്ന നടക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് എനിക്ക് ദുഃഖമാണ്. ഇറ്റ്സ് എ false spirituality, meaningless spirituality. അർത്ഥശൂന്യമായിരിക്കുന്ന ആത്മീയതയാണ്. The person who is not founded and holding on to God's word, ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട ദൈവജനമായിട്ട് ദൈനംദിന ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മീയത സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരു ഒഴുക്കുണ്ട്, അതിന് നേരെ നീന്തി കിടക്കാൻ കഴിയില്ല. എബ്രായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം അവർക്ക് ലഭിച്ചതിൽ നിന്ന് they were losing grip, അതിൻ്റെ കൈവിട്ടു പോകാൻ തുടങ്ങി. And they were slowly in another current, മറ്റൊരു ഒഴുക്കിൽ അവർ വിട്ടുപോകുകയായിരുന്നു. When you think of spirituality, നിങ്ങൾ ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ always think of the word of God. ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കുകയും what's its implication to your daily life? ദൈനംദിന ജീവിതത്തിൽ അതിൻ്റെ ബന്ധം എന്താണ്, പ്രസക്തി എന്താണെന്ന് ബോധപൂർവം അറിയേണ്ടത് ആവശ്യമാണ്. Live it. അത് കൂടാതെ ഒരു ആത്മീയതയെക്കുറിച്ച് സങ്കല്പിക്കരുത്. It's a deception. അതൊരു വഞ്ചനയാണ്. വചനവുമായിട്ടുള്ള ആ ബന്ധം, പിടുത്തം നമുക്ക് കുറഞ്ഞു വരുമ്പോൾ എന്ത് സംഭവിക്കാം? 3-ാം അധ്യായം നോക്കാം. 7-8 വാക്യങ്ങൾ നോക്കാമോ? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഹാർഡ്നെസ്, ഹൃദയത്തിൻ്റെ കാഠിന്യം. ഈ ഹൃദയത്തെ കാഠിന്യം കൂടാതെ എങ്ങനെയാ സൂക്ഷിക്കാൻ പറ്റുന്നത്? ചില വസ്തുക്കളുണ്ട്, പ്ലാസ്റ്റർ പാരീസ് പോലെ, കുഴഞ്ഞിരുന്നാൽ പെട്ടെന്ന് അത് കഠിനമാകും. അല്പസമയം കാറ്റ് കൊണ്ട് കഴിഞ്ഞാൽ അല്പസമയം പെട്ടെന്ന് അത് കഠിനമാകും. കുഴച്ച സിമെന്റ് തേച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് കാഠിന്യമാകും ഇൻ നോ ടൈം. അപ്പം ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് കാഠിന്യം ഉണ്ടാകാതിരിക്കാനുള്ള വഴി എന്താണ്? അതിൻ്റെ വഴി? ഷുഡ് ഹാവ് ദാറ്റ് ഗ്രിപ്പ് ഓഫ് ഗോഡ്സ് വേർഡ്. ആ ദൈവവചനത്തിൻ്റെ ബന്ധം ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 21-ാം സങ്കീർത്തനം കാണാതിരിക്കുക എന്നാണോ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം? No, the word should be life to your spirit. നിങ്ങളുടെ ആത്മാവിന് ദൈവവചനം സജീവമായി ലഭിച്ചുകൊണ്ടിരിക്കണം. ദൈവവചനത്തിൻ്റെ സന്നിധിയിൽ ചെന്ന ശേഷം,
ദൈവശബ്ദം കേൾക്കുന്നവരായിരിക്കണം. വചനത്തിൻ്റെ സന്ദേശം നിങ്ങളുടെ അകത്തേക്ക് വരുന്നവരായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുന്നവരായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ചൂണ്ടുവലകൾ ദൈവവചനത്തിന് കിട്ടുന്നവരായിരിക്കണം. എല്ലാ വചനവും എല്ലാ തിരുവെഴുത്തും ഇൻസ്പയർഡാണ്, ദൈവനിശ്വസനീയമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശമുണ്ട്, തിരുത്തലുണ്ട്, കറക്ഷനുണ്ട്, ശാസനയുണ്ട്, റിബ്യൂക്കുണ്ട്, ട്രെയിനിങ് ഇൻ റൈച്ചസ്നസ്, നീതിയിലെ അഭ്യസനം. ഇതെല്ലാം വചനത്തിൽ നിന്നാണ് കിട്ടുന്നത്. The word, away from that, where will you get this? വചനത്തിൽ നിന്ന് മാറി നിങ്ങൾക്ക് എവിടെ നിന്ന് ശാസന കിട്ടും? എവിടെ തിരുത്തൽ കിട്ടും? എവിടെ ദൈവിക ഉപദേശം കിട്ടും? നമ്മുടെ അന്തരംഗത്തെ കാഠിന്യമൊഴിച്ച് മൃദുലമാക്കി നിർത്തണമെങ്കിൽ വചനത്തോടുള്ള നിരന്തര സജീവ ബന്ധമുണ്ടായിരിക്കണം. ശ്രദ്ധിക്കുക, ശാന്തമായി ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹൃദയം കൊണ്ട് ശ്രദ്ധിക്കുക. ഇതൊരു വികാരപ്പെടുത്തേണ്ട സമയമല്ല ഞാൻ നിങ്ങളോട് പറയുന്നു. Your heart can remain melted. ഹൃദയത്തിന് ഉരുക്കം കിട്ടാവുന്നത്, contrition of heart, ഹൃദയത്തിൻ്റെ നുറുക്കം കിട്ടാവുന്നത് എങ്ങനെയാണ്? We close to God's word which speaks to your spirit. നിങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കുന്ന ദൈവവചനമായിട്ട് നിങ്ങൾ ബന്ധമുണ്ടായിരിക്കണം. ആ വചനം നിങ്ങൾ ഇടപെടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ബോധ്യം, സുബോധം, വ്യക്തത, ജീവിതത്തെക്കുറിച്ചുള്ള ഡയറക്ഷൻ, നിങ്ങൾക്ക് വേണ്ട തിരുത്തൽ, ശാസന, ഇതൊക്കെ ലഭിക്കുകയുള്ളൂ. ആൻഡ് ദാറ്റ് വിൽ കീപ് യു, നിങ്ങളുടെ ഹൃദയത്തെ കാഠിന്യം നീക്കുവാനായിട്ട് സഹായിക്കും. So, the importance of being near God's word, ദൈവവചനത്തോട് ചേർന്നിരിക്കേണ്ടതിൻ്റെ ആവശ്യം. 3-ാം അധ്യായം 10-ാം വാക്യം. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എൻ്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. നോക്കണേ, ഹൃദയകാഠിന്യം ഒരു വലിയ പ്രശ്നമാണ്. അത് ഒഴിഞ്ഞിരിക്കണം. തുടങ്ങുന്നത് എവിടുന്നാണ്? Hold on to what you have heard. ചിലർ പറയാറുണ്ട്, ദൈവം എന്നോട് സംസാരിച്ചു. ദൈവം എന്നോട് സംസാരിച്ച കാര്യത്തിന് ഇപ്പം എന്തെങ്കിലും ഒരു പ്രസക്തിയുണ്ടോ? ദൈവം എന്നോട് സംസാരിച്ചു. എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞു? നാം എല്ലാ കൂടിവരവിലും നാം പ്രാർത്ഥിക്കുന്നു, God speak to us, God speak to us. How real and how serious you are about it. നിങ്ങൾ എത്ര യഥാർത്ഥം, സത്യമുണ്ട്, എത്ര ഗൗരവം ആ കാര്യത്തിലുണ്ട്. ദൈവം സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? അതിന് നിങ്ങളുടെ ഹൃദയത്തിൽ ബോധപൂർവം ഇടം കൊടുക്കുന്നില്ലെങ്കിൽ the result is hardening of heart. ഹൃദയത്തിൻ്റെ കാഠിന്യമാണ്. ഹൃദയത്തിൻ്റെ കാഠിന്യത്തിൽ നിന്ന് എന്തുണ്ടാകും? നാം ഇപ്പോൾ വായിച്ചു, അവൻ ഹൃദയത്തിൽ തെറ്റി പോകുന്നവർ. 10-ാം വാക്യത്തിൽ എന്താ നാം വായിച്ചത്? അതുകൊണ്ട് എനിക്ക് ആ തലമുറയുടെ നീരസമുണ്ടായി, അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും. തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ, അതല്ല അതിൻ്റെ കറക്റ്റായിട്ടുള്ള അർത്ഥം. അതിൻ്റെ ശരിയായ അർത്ഥം ഹൃദയത്തിൽ തെറ്റുള്ളവരാണ്. ഈ തെറ്റെന്ന് പറയാൻ നമ്മൾ വിഷയീഭവിക്കുന്ന കാര്യം പുറമേ ഉള്ള തെറ്റ്. അങ്ങനെ പറയാമോ? അങ്ങനെ ചെയ്യാമോ? അങ്ങനെ പ്രതികരിക്കാമോ? ഇതൊരുപാട് കാര്യം നാം ക്ഷമിക്കേണ്ടതാണ്. യാക്കോബ് പറയുന്ന പോലെ നാം പലതിലും തെറ്റിപ്പോകും. The real error is not what is seen outside. പുറമേ ഉള്ള ഈ തെറ്റല്ല ഈ വലിയ തെറ്റെന്ന് പറയുന്നത്. അതേ നമ്മൾ കാണുന്നുള്ളൂ. ഗൗരവമുള്ള തെറ്റ് അകത്തെ തെറ്റാണ്, ഹൃദയത്തിലെ തെറ്റാണ്. തെറ്റ് പുറത്തുനിന്ന് അകത്ത് വന്നാൽ വലിയ കുഴപ്പമാണ്. ഹൃദയത്തിൽ തെറ്റ്, ഹൃദയത്തിൽ നേര്, ഈ വ്യത്യാസം അറിയാമോ? പുറത്ത് തെറ്റിയാലും അകത്ത് നേര്. അകത്ത് നേരുള്ളവരെന്ത് ചെയ്യും? തെറ്റാണെന്ന് സമ്മതിക്കും. അകത്ത് നേരുള്ളവരെന്ത് ചെയ്യും? തെറ്റ് ദൈവത്തോട് ഏറ്റുപറയും, മനുഷ്യരോട് ഏറ്റുപറയും. അകത്ത് നേരുള്ളവരെന്ത് ചെയ്യും? മാനസാന്തരത്തിൽ ജീവിക്കുന്നവരായിരിക്കും. ഹൃദയത്തിൽ അകത്ത് തെറ്റുള്ളവരെന്ത് ചെയ്യും? പുറത്ത് മാത്രമേ തെറ്റുള്ളൂ. ഹൃദയത്തിൽ നേരുണ്ടെങ്കിൽ മാനസാന്തരപ്പെടും. അവർ ചെയ്ത തെറ്റ് അംഗീകരിക്കും. നോ ജസ്റ്റിഫിക്കേഷൻ, ന്യായീകരണമില്ല. അകത്തോട്ട് തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണം എന്താണ്?
ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ലോ പറഞ്ഞ്. പിന്നെ there is justification for everything. എല്ലാത്തിനും ന്യായീകരണമുണ്ടോ, വിശദീകരണമുണ്ടോ? ശ്രദ്ധിക്കുക, പുറത്തല്ല തെറ്റ്, അകത്താ തെറ്റ്. പരമാർത്ഥതയുള്ള ഹൃദയം. തെറ്റകത്ത് കയറിക്കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾ പറയുന്നത് ഇത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. ഓൾവേസ് ഫൈൻഡിങ് എസ്കേപ്പ് കോഡ്. എപ്പോഴും വേറൊരാളെ അത് ഇന്ന കാരണത്താൽ, അത് ഇന്നാര് കാരണമാണ്. ഓൾവേസ് എ റീസൺ ഫോർ തിങ്സ്. എപ്പോഴും കാര്യങ്ങൾക്കൊരു കാരണം. മനസ്സിലായി ഞാൻ പറയുന്നത്? പുറത്തെ തെറ്റും അകത്തെ തെറ്റും, when the error is inside, it's really serious. ആ തെറ്റകത്താകുമ്പോൾ, തെറ്റിനെ ന്യായീകരിക്കുമ്പോൾ, എൻ്റെ ഹൃദയം തെറ്റിൻ്റെ പക്ഷത്തായിരിക്കുമ്പോൾ, I fear many carry this error in the heart. അനേകം തെറ്റ് ഹൃദയത്തിൽ കൊണ്ടുവരുന്നു. ഫലം എന്താണ്? അടുത്ത 12-ാം വാക്യം ഒന്ന് വായിക്കാമോ? സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ചില പറയത്തില്ല, ഞാൻ അങ്ങ് ഒരുപാട് ശ്രമിക്കുക, എനിക്ക് വിശ്വസിക്കണം, പറ്റുന്നില്ല. ഞാൻ വിശ്വസിക്കാൻ ശ്രമിക്കുക, എനിക്ക് പറ്റുന്നില്ല. തെറ്റുള്ളൊരു ഹൃദയത്തിന് വിശ്വാസം സാധ്യമല്ല. ദ ഈവിൾ ഹാർട്ട് ഓഫ് അൺബിലീഫ്. അവിശ്വാസമുള്ള ദോഷമുള്ള ഹൃദയം. Only in a true heart there can be faith. വിശ്വാസം സത്യമുള്ളൊരു ഹൃദയത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആമേൻ. വിശ്വാസം ഇമ്പോസിഷൻ എഴുതി കിട്ടുന്നതല്ല. എല്ലാവരും കൂടി അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തേച്ചൊന്ന് പറഞ്ഞ് വിശ്വസിക്കണം. കൈ കൊടുത്തു, എന്നാ കിട്ടി? ഒന്നും കിട്ടിയില്ല കുഞ്ഞേ, വെറുതെ ഇതൊക്കെ ഡ്രാമ നടത്താവുന്നല്ലാതെ. എന്തെല്ലാം ഡ്രാമകളാണ് ആളുകളെ കൂട്ടി ചെയ്യുന്നത്. ഇത് ഡ്രില്ലിൻ്റെ സ്ഥലമല്ല, ഇത് ദൈവസാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ്. വേർ യുവർ ഹാർട്ട് മാറ്റേഴ്സ് ടു ഗോഡ്. നിന്റെ ഹൃദയം ഇവിടെ വളരെ പ്രസക്തമാണ്. The man without a true heart cannot believe. സത്യഹൃദയമില്ലാത്ത ഒരാളുടെ കൂടെ വിശ്വാസം പോകാൻ കഴിയില്ല. ആ ഹൃദയത്തെക്കുറിച്ച് പറയുന്ന ഈവിൾ ഹാർട്ട് ഓഫ് അൺബിലീഫ്. സത്യമുള്ള ഹൃദയം. ഹൃദയത്തിൻ്റെ തെറ്റിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, വിശ്വാസം കൂടെ പോകത്തില്ല. വിശ്വാസം കൂടെ പോകത്തില്ലെന്ന് മാത്രമല്ല, എന്നോട് ചേർന്ന് വരുന്ന കാര്യം എന്താണ്? ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദോഷമുള്ള ഹൃദയം. സോ ദ ഫസ്റ്റ് കാഷ്വാലിറ്റി ഈസ്, ആദ്യത്തെ ദോഷം എന്താണ്? അവിശ്വാസമുള്ള ഹൃദയം. നമ്മൾ ഈ വേറെ 100 കാര്യത്തിൽ 100ാമത്തേതായിട്ടാണ് ഈ അവിശ്വാസം വെച്ചിരിക്കുന്നത്. കാര്യം പിടികിട്ടാത്തതുകൊണ്ടാണ്. ചെയ്യുന്ന എല്ലാം 99 ശരിയാണ്. എല്ലാ വഴികളും നടവഴികളും സ്വഭാവവും പെരുമാറ്റവും എല്ലാം ശരിയാണ്. ഒരു കൊച്ചു കുഴപ്പമേ ഉള്ളൂ, അവിശ്വാസമുണ്ട്. അത് കാര്യം മനസ്സിലാകാത്തതുകൊണ്ട്. The merit of a believer is a heart to believe. ഒരു വിശ്വാസിയുടെ യഥാർത്ഥ യോഗ്യത എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നൊരു ഹൃദയം ഉണ്ടാകുക എന്നുള്ളതാണ്. അതെങ്ങനെ ലഭിക്കും? A heart that is true to God. ദൈവത്തോട് സത്യമുള്ളൊരു ഹൃദയം. അത് നഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തിന് എന്തുണ്ടാകും? നാം എന്താ വായിച്ചത്? ജീവനുള്ള ദൈവത്തെ ത്യജിക്കുക. Falling away from a living God. Living God? Living God? ജീവനുള്ള ദൈവം. ഞാനിപ്പോൾ എല്ലാവരും ചോദിക്കാൻ പോവാ, ഇവിടെ ദൈവവിശ്വാസമുള്ളവരെല്ലാവരും ഒന്ന് കൈ പൊക്കിക്കേ എന്ന് പറഞ്ഞാൽ പൊക്കിക്കുന്നില്ല കേട്ടോ. എനിക്ക് നിങ്ങളെല്ലാവരും കൈ പൊക്കുന്നു. നിരീശ്വരവാദികളാരും ഇവിടെ വന്ന സമയം കളയത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത്? ഞങ്ങൾക്ക് വലിയ ദൈവവിശ്വാസമാണ്. ഈ ദൈവവിശ്വാസത്തെക്കുറിച്ചല്ല നാം വായിച്ചത്. നാം വായിച്ചത് എന്താണ്?
falling away from a living God. ജീവനുള്ള ദൈവത്തിൽ നിന്ന് വീണു പോകുന്നതിനെ കുറിച്ചാണ്. പലർക്കും വിഗ്രഹമില്ലെന്നേ ഉള്ളൂ, കൊത്തിയെടുത്ത പണിതെടുത്ത പെയിൻറ് ചെയ്ത വിഗ്രഹമില്ലെന്നേ ഉള്ളൂ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു ദൈവ വിഗ്രഹം അവിടെയൊക്കെ ഇരിപ്പുണ്ട്. സംസാരിക്കാത്ത ദൈവം, കണ്ണു തുറക്കാത്ത ദൈവം, എല്ലാവർക്കും അവരവരുടെ നിലയിൽ വിഗ്രഹ സങ്കല്പത്തോട് ചേർന്നുള്ള ചില കാര്യങ്ങൾ എല്ലായിടത്തും ഇരിപ്പുണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. ഹാവ് യു ഗോട്ട് എ ലിവിങ് ഗോഡ്? ജീവനുള്ള ഒരു ദൈവത്തിൻ്റെ മകളാണോ നീ? And will you say, my God lives? എൻ്റെ ദൈവം ജീവിക്കുന്നു. I have a living God. That's why I have decided so. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. I have a living God. That's why I still go on. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത്. I have a living God. That's why I forgot it. ആ കാര്യം വേണ്ടാന്ന് വെച്ചാൽ അതുകൊണ്ടാണ്. But what about the consequence? അതിന് പ്രത്യാഘാതത്തെക്കുറിച്ച് ചിന്തയൊന്നുമില്ലേ? ഇല്ല. I have a God greater than the consequence. പ്രത്യാഘാതത്തെക്കാൾ ഒരു വലിയ ദൈവം എനിക്കുണ്ട്. എൻ്റെ സാക്ഷ്യം കൂടിയാണ് ഞാൻ പറയുന്നത്. ലിവിങ് ഗോഡ്, ജീവനുള്ള ദൈവം. എൻ്റെ ദൈവം ജീവനുള്ള ദൈവം. Not a dead God. ഞാൻ നിങ്ങൾ പക്ഷിക്ക് ചോദിക്കുകയാണ്, ഈസ് എ ഗോഡ് alive or dead? അതൊരു വിശ്വാസമാണോ? അതോ പുസ്തകത്തിലുള്ളൊരു ദൈവമാണോ? അതോ നിങ്ങളുടെ ഉപദേശത്തിലുള്ള ഒരു വിശ്വാസമാണോ? നിങ്ങളുടെ സഭയിലുള്ള വിശ്വാസമാണോ? നിങ്ങളുടെ നേതാവിലുള്ള വിശ്വാസമാണോ? നിങ്ങളുടെ മതഭക്തിയിലുള്ള വിശ്വാസമാണോ? Or a living God? What a difference it should make when your God is living. നിങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കണ്ട് അറിയത്തില്ലേ? ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോ? നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ നിങ്ങളെ കണ്ട തിരിച്ചറിയത്തില്ലേ? Your conduct, the way you are and live, നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ പെരുമാറ്റങ്ങൾ, നിങ്ങൾ ജീവിക്കുന്ന രീതികൾ, നിങ്ങൾ വിലമതിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിന് മുൻഗണനകൾ, these things prove if your God is dead or living. നിങ്ങളുടെ ദൈവം നിർജീവ ദൈവമാണ്, വെറുതെ ഒരു പേരാണോ, അതോ ജീവിക്കുന്ന ദൈവമാണോ എന്നുള്ളത്. എവിടെ തുടങ്ങി? വചനം വിട്ടു, ഹൃദയകാഠിന്യം വന്നു, അവിശ്വാസം വന്നു, ഹൃദയത്തിൽ തെറ്റുകയറി. ജീവനുള്ള ദൈവമല്ല സഭയിലെ ദൈവം. പണ്ട് ഒരു പുരോഹിതൻ്റെ മക്കളിൽ നിന്ന് പിശാചുക്കളെ അളക്കാൻ പറഞ്ഞു. പൗലോസ് പ്രസംഗിക്കുന്ന ആ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാൻ പറയുന്നു. സംഗതി എന്താ പറ്റി? പലർക്കും ഡയറക്റ്റായിട്ട്, ഒറിജിനലായിട്ട്, സ്വന്തമായിട്ട്, പേഴ്സണലായിട്ടൊന്നും പറയാനായിട്ടില്ല. ഇവിടെ പാസ് എടുത്ത് കൊണ്ടുപോയി ഇതിന് ഉത്തരം പറയാൻ പാസ്റ്റർക്കറിയാം. 20 വർഷം വിശ്വാസിയായിട്ട് ഉത്തരം പറയണേ പാസ്റ്റർ വേണോ? വാട്ട് കൈൻഡ് ഓഫ് എ ബിലീവർ യു ആർ? ഏത് തരത്തിലുള്ളൊരു വിശ്വാസിയാണ് നിങ്ങൾ? 15 വർഷം വിശ്വാസിയായി നടന്നിട്ട് അവിടെ കൊട്ട് കേൾക്കുമ്പോൾ, അവിടെ ഇവിടെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ, അവിടെ ഒരു വിടുതൽ കാണുമ്പോൾ, അവിടെ സകലവിധമായിരിക്കുന്ന കള്ളത്തരങ്ങളും തട്ടിപ്പുകളും കാണാൻ പറയും ഓടി നടക്കുന്ന വിശ്വാസികൾ. നിന്റെ പേര് വിശ്വാസി എന്നാണോ? നിന്റെ ദൈവം ജീവനുള്ള ദൈവമാണോ? വാട്ട് കൈൻഡ് ഓഫ് ബിലീവർ യു ആർ? ഏത് തരത്തിലുള്ളൊരു വിശ്വാസിയാണ് നീ? ജീവനുള്ള ദൈവം. അപ്പൊ ഞാൻ ഇനി ചോദിക്കട്ടെ, ജീവനുള്ള ദൈവം ഇല്ലെങ്കിൽ പിന്നെ എന്തോ ഉണ്ട്? ജീവനുള്ള ദൈവം ഇല്ലെങ്കിൽ എന്തോ ഉണ്ട്? അല്ല, ഞാൻ ചോദിക്കുക, ഒരു ഉത്തരാരെങ്കിലും പറയാനുണ്ടോ? ജീവനുള്ള ദൈവം ഇല്ലെങ്കിൽ എന്തുണ്ട്? ഞാനങ്ങ് പറഞ്ഞേക്കാം. അതിന് ഈ മതം എന്ന് പറയുന്നു. മതം, സഭാമതം, ഉപദേശമതം, പെന്തക്കോസ് മതം, അത്ഭുതങ്ങളുടെ മതം, ഒരുപാട് മതങ്ങളുണ്ട്. ഒരു ജീവനുള്ള ദൈവം ഉള്ളിടത്ത് മാത്രമേ നമ്മുടെ റിലിജിയോസിറ്റി, നമ്മുടെ ആ മതത്തിൻ്റെ താരിപ്പുകളും പരിചയങ്ങളും, നമ്മൾ ഈ കൊണ്ട് നടക്കുന്ന മതത്തിൻ്റെ കുറേ വാങ്ങലുകൾ.
ഒരുപാട് വാങ്ങലുകളുണ്ട്. വി ആർ നോട്ട് റിയൽ ആൻഡ് ഒറിജിനൽ പീപ്പിൾ. യഥാർത്ഥമായിരിക്കുന്ന, നമ്മൾ പറയത്തില്ലേ ഫാക്ടറി നിന്ന് ഇറക്കിയത്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല എന്ന് പറയുന്നത്. അങ്ങനെയാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണ്? ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് ബിലീവറാണ്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് വിശ്വാസിയാണെന്ന് കേൾക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഡ്യൂപ്ലിക്കേറ്റ് വിശ്വാസി. When you don't have a living God, you are not original, you are a duplicate. ജീവനുള്ള ദൈവം ഇല്ലെങ്കിൽ ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. യെസ്, അതിനാ റിലിജിയൻ. മതത്തിനകത്തും ഉപവാസ പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും ഞായറാഴ്ച കൂട്ടായ്മയും പ്രൈസ് ആൻഡ് വർഷിപ്പും സകല പരിപാടിയും മതത്തിനകത്തും ഉണ്ട് കേട്ടോ. ഇത് വെച്ചാണ് ആത്മീയം എന്ന് ചിന്തിക്കരുത്. ഇറ്റ്സ് ഓൾ ഹാസ് ടു ഡു വിത്ത് വാട്ട് ഗോഡ് ഈസ് ടു യു ആൻഡ് യു ആർ ടു ഗോഡ്. നമ്മുടെ ഭക്തി യഥാർത്ഥമായിട്ടിരിക്കുന്നത് ദൈവം നിനക്കാരാണെന്നും നീ ദൈവത്തിനാരാണെന്നുള്ളതിലായിരിക്കും. 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും. God's word is living and active and sharper. ദൈവത്തിന്റെ വചനത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ജീവനുള്ളത്, ലിവിങ് എന്ന് മാത്രം വ്യത്യാസമുണ്ട്. ലിവിങ് ആൻഡ് ഡെഡ്, ജീവനുള്ളതും മരണവും തമ്മിൽ എന്നാ വ്യത്യാസമുണ്ട്? ഒരു ശ്വാസം, സിമ്പിൾ, അത്രേ ഉള്ളൂ. അത്രേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമുക്ക് ഈ മരണത്തെക്കുറിച്ച് ഇത്ര പേടിയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ശ്വാസത്തിൻ്റെ അകലമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നോ, ഇറ്റ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. എന്തൊരു വലിയൊരു വ്യത്യാസമാണത്. ദ വേർഡ് ഈസ് ലിവിങ്, ദ വേർഡ് ഈസ് ലിവിങ്. ഞാൻ ഇന്നും വായിച്ചു എന്നുള്ളതിലല്ല, ഇന്നും കേട്ടു എന്നുള്ളതിലല്ല, പിന്നെ ദ വേർഡ് ഈസ് ലിവിങ് ഫോർ മീ. എനിക്ക് വചനം സജീവമാണ്, ആക്റ്റീവാണ്, ക്രിയാത്മകമാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ പിച്ചാത്തി ഇരിപ്പില്ലേ? അരിയാൻ കൊള്ളാവുന്ന പിച്ചാത്തി എത്രണ്ണം ഉണ്ട്? സോ വചനം അത് കൈകൊണ്ട് നടക്കുന്നു, കക്ഷത്തിൽ വെക്കുന്നു, ചിലർക്ക് തലേണയുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അതാണോ വചനം? ദ വേർഡ് ദാറ്റ് ഈസ് ലിവിങ് ആൻഡ് ആക്റ്റീവ് ആൻഡ് ഷാർപ്പ്, മൂർച്ചയുള്ളത്. ആ വചനത്തിൻ്റെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് എന്താണ്? തുളച്ചു കയറിയുന്നതും സന്ധി മജ്ജകളെയും വേർപിടിക്കുന്നിടം വരെ, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എന്താ ലിവിങ് ആൻഡ് ആക്റ്റീവ് ആൻഡ് ഷാർപ്പ് വേർഡ്? ഈ വചനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഗോസ് ടു ദ ഹാർട്ട്, റൈറ്റ് ഡൗൺ ടു ദ ഹാർട്ട്. ഹൃദയത്തിന്റെ അകത്തേക്ക് ഈ വചനത്തിന്റെ ശബ്ദം, അതിന്റെ സന്ദേശം, അതിൻ്റെ റേസ്, എക്സ്റേ അല്ല, ഗാമ റേ അല്ല, ഒരുപാട് തരം റേ ഉണ്ട്. അതിനപ്പുറത്തുള്ള റേ ആണ്. ഹൃദയത്തിൻ്റെ അകത്ത് വന്ന ശേഷം എവിടം വരെ കാണാൻ കഴിക്കുമാറാകുന്ന റേസാണിത്. ഈ വചനത്തിൽ എവിടം വരെ കാണാൻ കഴിയും? ഹൃദയത്തിൻ്റെ ഭാവങ്ങളെയും ദ തോട്ട്സ് ആൻഡ് ഇൻറ്റൻസ് ഓഫ് ദ ഹാർട്ട്. ഹൃദയത്തിൻ്റെ അകത്ത് കിടക്കുന്ന ചിന്തകൾ, അത് പലപ്പോഴും നമുക്ക് തന്നെ മറവാണ്. ഇൻറ്റൻസ്, ഉദ്ദേശങ്ങൾ, ചേതോവികാരങ്ങൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് കിടക്കുന്ന മോട്ടീവ്സ് നമുക്ക് തന്നെ പലപ്പോഴും അത് വ്യക്തമല്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സജീവമായിരിക്കുന്ന പ്രകാശത്തിൻ്റെ മുമ്പിലാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. The man who is not close to God's word doesn't know his heart. ദൈവവചനത്തോട് ചേർന്നിരിക്കാത്ത ഒരാൾക്ക് തൻ്റെ ഹൃദയത്തെ അറിയുകയില്ല. സെൽഫ് നോളജ്. നമുക്കെങ്ങനെയാണ് നമ്മളെ തന്നെ അറിയാമോ? സത്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ തെറ്റിദ്ധാരണയാണ് നമുക്ക് നമ്മെ അറിയാവുന്നത്. നമുക്ക് നമ്മെ അറിയത്തില്ല. നമ്മൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ നോക്കി ചിരിക്കുക. ആ സിസ്റ്റർ പറഞ്ഞാൽ നിർത്താൻ അറിയത്തില്ല, നമ്മളിത് അറിയുന്നില്ല. ആ സിസ്റ്റർ നിൽക്കുന്ന ഇപ്പിലാണ് ആ സിസ്റ്ററിൻ്റെ ആ ഭാവം അങ്ങ് മാറുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ. നമുക്ക് നമ്മളെ അറിയത്തില്ല. നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് A+ കിട്ടാൻ തക്കവണ്ണം നമുക്ക് എഴുതി വെക്കാൻ കാര്യങ്ങളുണ്ട്. വേറെ ആൾ എഴുതിയപ്പം എനിക്കറിയത്തില്ല ഇപ്പോഴത്തെ ലാസ്റ്റ് ഗ്രേഡിന് എന്താ പറയുന്നത്. വാസ്തവത്തിൽ
വൈ ഡു വി ക്രിട്ടിസൈസ് ഈച്ച് അതർ? അന്യോന്യം വിമർശിക്കുന്ന കാര്യങ്ങളുടെ ഒരു കാരണം ഞാൻ പറയും, ദാറ്റ് ഈസ് ദ ഇംപ്രഷൻ വി ലീവ്. മറ്റുള്ളവർക്ക് നമ്മളെ കൊടുക്കുന്ന ധാരണ അതാണ്. ആ പുള്ളിക്കാരനെ വാ തുറന്ന അബദ്ധമേ പറയുള്ളൂ. നമ്മൾ വലിയ ജ്ഞാനമായിട്ടത് പറയുന്നത്. കേൾക്കുന്നവർ തോന്നുന്നു ചെല്ലെ നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ചിരിക്കത്തില്ലെന്നേ ഉള്ളൂ. ഇരിക്കത്തേ ഉള്ളൂ. എന്നാ പൊട്ടത്തരമായി പറയുന്നു. എന്നോടൊരാൾ ഭയങ്കര ഇതുപോലൊരു ആനമടയത്തരം പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് വന്ന ഒരാൾ വിസിറ്റ് ചെയ്യാൻ വന്ന, ഞാൻ മിണ്ടാതിരുന്നെല്ലാം കേട്ടു. അമേരിക്കൻ ഇക്കോണമിയെക്കുറിച്ച് പറയുന്ന. അപ്പം ഞാൻ പറഞ്ഞത്, ടു ഹാവ് സെൽഫ് നോളജ്, നമുക്ക് നമ്മെ തന്നെ അറിയണമെങ്കിൽ the light of the word alone can really give the true picture of ourselves. നമ്മളുടെ യഥാർത്ഥ ചിത്രം ദൈവവചനത്തിൻ്റെ പ്രകാശത്തിൻ്റെ മാത്രമേ നൽകുവാൻ കഴിയുള്ളൂ. ഡു യു വാണ്ട് ടു നോ യുവർ സെൽഫ്? നീ ആരാണെന്ന് നിൻ്റെ ഭാര്യയോട് ചോദിക്കേണ്ട. ഓക്കെ, ഭാര്യയ്ക്ക് ഒത്തിരി പറയാൻ കാണും, അത് നല്ലതാണ് ഇടയ്ക്കൊന്ന് ചോദിക്കുന്നു. തിരിച്ചും ചോദിക്കുന്നത് നല്ലതാണ്. പക്ഷെ എന്നും കണ്ട് നിങ്ങൾ തലകുനിച്ച് നടക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞ പോലെ ദർ ഈസ് പെർസെപ്ഷൻ ഇല്യൂഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനകത്തും ചില തെറ്റുകൾ സംഭവിക്കാം. എല്ലാം അതുകൊണ്ട് ആക്യുറേറ്റാണ്. ടീച്ചർക്കും തെറ്റുപറ്റാമെന്ന് അങ്ങ് വിചാരിച്ചോ? പക്ഷേ യു ക്യാൻ ഹാവ് ദ റൈറ്റ് എസ്റ്റിമേറ്റ് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ധാരണ, ദ കൈൻഡ് ഓഫ് പേഴ്സൺ, യുവർ ടെമ്പറാമെൻറ്റ്, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പ്രകൃതത്തെക്കുറിച്ച് എല്ലാം വ്യക്തത കിട്ടും. ദ മോർ യു ആർ ഫാമിലിയർ വിത്ത് ദ ലൈറ്റ് ഓഫ് ഗോഡ്. ദൈവവചനത്തോടുള്ള നിങ്ങളുടെ ആ ഫെമിലിയാരിറ്റി, പരിചയം നിമിത്തം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത കിട്ടുവാനായിട്ടിടയായിത്തീരും. 5-ാം അധ്യായത്തിലേക്ക് 11-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. ഞങ്ങൾക്ക് വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. പൗലോസ് ആദ്യം പ്രസംഗിച്ചു, ഒരാൾ മാത്രമേ താഴെ വീണുള്ളൂ. ആ പ്രസംഗം എബ്രായ സഭയിലായിരുന്നെങ്കിൽ പ്രസംഗം തീരുമ്പോഴത്തേനും എല്ലാവരും കൂർക്കം വലിച്ചേനെ. ടൾ ഓഫ് ഹിയറിംഗ്, ഡൾനെസ് ഓഫ് ഹിയറിംഗ്. വചനത്തിൻ്റെ ബന്ധം വിട്ട് താഴോട്ടായിട്ട് വന്ന് ജീവനുള്ള ദൈവം ഇല്ലാത്തൊരവസ്ഥയിൽ വചനത്തിൻ്റെ ശബ്ദം കേൾക്കാതെ, ഹാവിങ് നോ സെൽഫ് നോളജ്, തങ്ങളെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്തൊരു നിലയിൽ വന്ന ശേഷം ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. നൗ ഇറ്റ് ഹാസ് കം ടൈം ഈസ് കം, വി കനോട്ട് കമ്മ്യൂണിക്കേറ്റ്. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. വചനം നേരിട്ട് സംസാരിക്കേണ്ട ഇടത്ത് ലഭിക്കാത്തവരെ സംബന്ധിച്ചോളം അതിലും കുറച്ചുകൂടെ താഴ്ത്തു വന്നൊരവസ്ഥയാണ്. വചന ശുശ്രൂഷയിലും പ്രയോജനം ഉണ്ടാകുകയില്ല. ചില പറയത്തില്ലേ, ഞാനെല്ലാം ഒത്തിരി ശ്രദ്ധിച്ചു, എനിക്കവിടെ മനസ്സിലാകുന്നില്ല, എനിക്കവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. The ministration of the word is missing. വചനത്തിൻ്റെ ശുശ്രൂഷ നേരിട്ട് പരിശുദ്ധാത്മാവിന് നൽകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, where even a powerful ministration cannot minister to you. ശക്തമായിരിക്കുന്ന ദൈവവചന ശുശ്രൂഷ, ദൈവത്തിൻ്റെ ഒരു ഭക്തനിൽ കൂടി, ശുശ്രൂഷയിൽ കൂടി പോലും അതിന് പ്രയോജനപ്പെടാതെ, ഐ കാൺ കോൺസെൻട്രേറ്റ്, എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. യു മിസ് ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്, അത് പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എന്നാ? നിങ്ങൾക്കാർക്കും യേശു ഇല്ലെന്നാണോ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം? അവിടെ ആർക്കും യേശു ഇല്ലെന്നാണോ? ഉണ്ട്. കാർട്ടൂൺ ബുക്കിലൊക്കെയുള്ള യേശു ഇല്ലേ? അത്തിയുടെ മുമ്പിൽ വന്നിരിക്കുന്നതും സക്കായി ഇറങ്ങി വരും. പലരുടെയും മനസ്സിലുള്ള യേശു ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആകെ അറിയാം ഒത്തിരി അത്ഭുതമൊക്കെ പ്രവർത്തിച്ചു, അത്രയും വരെയൊക്കെ അറിയാം. ജീസസ് ഓഫ് ദ കാർട്ടൂൺസ്, ജീസസ് ഓഫ് ദ ഏർലി സൺഡേ സ്കൂൾ, കൊച്ചിയിലത്തെ സൺഡേ സ്കൂളിൽ പഠിച്ചു. അതിനപ്പുറത്തേക്ക് നോളജ് ഓഫ് ദ പേഴ്സൺ ഓഫ് വർക്ക് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ആളത്വവും പ്രവൃത്തിയും സംബന്ധിച്ച ഒരു വിവേകവുമില്ല. അവനെക്കുറിച്ച് വളരെ പറയാനുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടത്. സമയം കൊണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെ വരണം? ഉപദേഷ്ടാക്കന്മാർ. ആലോചിച്ച് നോക്കി, ഇത്രയും ടീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിന് പിന്നെ എന്നാ വേണം? ഒന്ന് ആലോചിച്ച് നോക്കി. ഇഫ് there were so much of teachers, ഇത്രയും ദൈവവചനം
അധ്യാപനം ചെയ്യാൻ ഉപദേശകന്മാരുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? സമയം നോക്കിയാൽ നിങ്ങൾ എന്താകണം? ഉപദേഷ്ടകന്മാരാണ്. ഉള്ളത് വളരെ ഈസി ആയിട്ടായി കേട്ടും പറഞ്ഞും പോകുന്നു. ഒരു പിഞ്ചുണ്ടാണെന്ന് കേൾക്കുമ്പോൾ എത്ര വർഷമായി നമ്മൾ ആലോചിച്ച് നോക്കി. ഈ സ്കൂളിലൊക്കെ 4ാം ക്ലാസ്സിൽ 18 വയസ്സുള്ള ഒരാൾ പഠിക്കുകയാണെങ്കിൽ ആളുടെ ഒരു ചമ്മലൊന്ന് ആലോചിച്ച് നോക്കി. വലിയ പാടാ. പുള്ളി എനിക്ക് ഒന്ന് പഠിത്തം നിർത്തും. പിന്നെ വല്ല എന്താ നാഷണൽ ഓപ്പൺ സ്കൂളിൽ വല്ലതും എഴുതി വേറെ വഴിയായിട്ട് വല്ലതും പാസ്സാകാൻ നോക്കും. സ്കൂളിൽ പറ്റത്തില്ലേ, ഭയങ്കര ചമ്മലാ. പക്ഷെ സഭയിൽ ആർക്കും ഒരു ചമ്മലില്ല. ഇഗ്നറന്റ് ഓഫ് ഗോഡ്സ് വേർഡ്, ignorant of Jesus Christ, ignorance of the ways and purposes of God. യേശുക്രിസ്തുവിനുള്ള അജ്ഞത, വചനത്തിൻ്റെ അജ്ഞത, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചുമുള്ള അജ്ഞത. യെസ്. സോ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാലത്തിന് വലിയൊരു പ്രസക്തി ഉണ്ട് കേട്ടോ. കാലത്തിന് വലിയൊരു പ്രസക്തിയുണ്ട്. അതെന്ത് ചെയ്യണം? 10 വരെ പഠിച്ച്, പിന്നെ കോളേജിൽ പഠിച്ച്, പിന്നെ അടുത്ത പഠിത്തം കഴിഞ്ഞ്, പിന്നെ ജോലി കിട്ടി, ഉയർച്ച കിട്ടി. ഇതിനല്ല നിനക്ക് കാലം ദൈവം ശേഷിപ്പിച്ചത്. നിനക്ക് ദൈവം കാലം ശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവം നിനക്ക് രക്ഷയുടെ മഹത്വത്തിലേക്ക് വളരാനാണ്. To grow into the glory of the salvation. നിനക്ക് ലഭിച്ച രക്ഷയുടെ മഹത്വത്തിലേക്ക് വളരുവാൻ. നമ്പർ 1 and നമ്പർ 2. 2, ഈ ജീവിതം കൊണ്ട് ഈ രക്ഷയുടെ ഈ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിച്ച് അനേകരെയും ഈ രക്ഷകനിലേക്ക് നടത്തി, അവരെ രക്ഷാ പരിജ്ഞാനത്തിലേക്ക് നടത്തി, ക്രിസ്തുവിൽ അവരെ പൂർണ്ണരാക്കി നിർത്തുവാനായിട്ടുള്ള ദൗത്യം നിറവേറ്റുവാനായിട്ടാണ്. 2 purposes. പൗലോസ് പറഞ്ഞ പോലെ എൻ്റെ ഓട്ടം തേക്കണം, കർത്താവ് എനിക്ക് ഏൽപ്പിച്ചത് ശുശ്രൂഷ തേക്കണം. ഇതാണ് ജീവിതത്തിൻ്റെ ആകത്തുക. അതിനിടയിൽ പഠിത്തം വരും, ജോലി വരും, കല്യാണം വരും, മക്കളുണ്ടാകും, ഒരുപാട് കാര്യമുണ്ടാകും. പ്രൈസ് ലോർഡ്, താങ്ക് യു ലോർഡ്, അത് പറഞ്ഞേക്കണം. ബട്ട് ലൈഫ് ഈസ് ബിയോണ്ട്. ജീവിതം അതിനപ്പുറത്താണ്. ദ കോൾ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ വിളി അതിനപ്പുറത്താണ്. ക്രൈസ്റ്റ് ഗേവ് ഹിസ് ലൈഫ്. യേശു തൻ്റെ ജീവൻ തന്ന് എന്നെ വീണ്ടെടുത്ത് ഇത്രയും ആയുസ് തന്നത് താൻ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം. ഈ മഹത്വം പ്രാപിക്കുവാനും ഈ മഹത്വത്തിൻ്റെ സാക്ഷിയാകുവാനും 6ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒടുവിൽ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, you have enjoyed the power of the kingdom to come. വരുവാനുള്ള രാജ്യത്തിന്റെ ശക്തി, the tasting the word of God, ദൈവത്തിന്റെ നല്ല വചനത്തിന്റെ ആസ്വാദനം നിങ്ങൾക്കുണ്ടായി, സ്വർഗീയ ദാനത്തിന്റെ ആസ്വാദനമുണ്ടായി, പ്രകാശനം ലഭിച്ചു, enlightened. ഇതൊക്കെ കിട്ടിയ ശേഷം then if you fall away, നിങ്ങൾ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഞാൻ പറയുന്നില്ല ആരെയൊക്കെ മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയുമെന്ന്. ഐ എം നോട്ട് ദ ജഡ്ജ്. ദൈവം എനിക്ക് ആ ഉത്തരവാദിത്വം തന്നിട്ടില്ല, ആ സ്ഥാനത്ത് ദൈവനെ ആക്കിയിട്ടില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, മാനസാന്തരത്തിലേക്ക് പുതുക്കപ്പെടാതെ നടക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഐ എം സോറി ഫോർ വാട്ട് ഹാപ്പൻ. സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം, എനിക്കതിന് ദുഃഖമുണ്ട്. ബട്ട് ദെയർ ഈസ് നോ റിപ്പന്റൻസ്. മാനസാന്തരം മാത്രമില്ല. യേശാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പിന്നീട് അവൻ ദുഃഖിച്ച് കരഞ്ഞു, എങ്കിലും മാനസാന്തരത്തെ ഇടം കണ്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇറ്റേണൽ ട്രാജഡി, നിത്യമായിരിക്കുന്ന ദുരന്തം. എന്താണത്? മാനസാന്തരം സാധ്യമാകാത്ത അവസ്ഥ. സീ ദ ഫോൾ ഡൗൺവേർഡ്സ്. അതുകൊണ്ട് ആരും ചിലരൊക്കെ പറയുന്ന പോലെ, അത് ഞാനിപ്പോൾ മാനസാന്തരപ്പെടുന്നേ ഉള്ളൂ. എനിക്കറിയാം കുറച്ചു നാളൊക്കെ ജീവിച്ച ശേഷം ഏതാണ്ട് രോഗമൊക്കെ മരിക്കാറാവുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാനസാന്തരം തീരുമാനിച്ചിരിക്കുക. അങ്ങനെ തീരുമാനിച്ചാൽ നടക്കത്തില്ല. When God is near you and give you repentance, ദൈവം അടുത്ത് നിനക്ക് മാനസാന്തരപ്പെടുവാൻ അവസരം നൽകുമ്പോൾ മാത്രമേ മാനസാന്തരപ്പെടാൻ കഴിയുള്ളൂ. The keys with the Lord. കർത്താവിൻ്റെ കരങ്ങളിലാണ് ആ താക്കോലിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്താണ്? ജീവിതത്തിൽ താഴേക്കുള്ള നമ്മുടെ ഈ നടപ്പിൽ ഒരുപാട് കാര്യങ്ങൾ സാധ്യമാണ്. പാപത്തിൻ്റെ വശീകരണം, ജീവിതത്തിൽ അനേക ഭാരം നിമിത്തം,
ഭാരം താൽ നാം ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ കൊണ്ട് പലർക്കും പുറകോട്ട് വലിവുണ്ട്. പ്രായോഗിക ദൈനംദിന ജീവിതത്തിൽ മുഴുകിപ്പോകുന്നതുകൊണ്ട് പുറകോട്ട് വലിവ് സാധ്യമാണ്. ജീവിതത്തിൻ്റെ കഷ്ടങ്ങളുടെ നടുക്ക്, എതിർപ്പുകളുടെ നടുക്ക്, അതാണ് വാസ്തവത്തിൽ എബ്രായ ക്രിസ്ത്യാനികൾക്ക് അധികവും സംഭവിച്ചത്. 2-3 ചക്രവർത്തിമാരുടെ കീഴിൽ അടുപ്പിച്ചുള്ള പീഡനങ്ങൾ. ക്ലോഡിയോസ്, നീറോ, ഡൊമിഷ്യൻ അതിഭീകരമായി പീഡിപ്പിച്ചു. ഇതിൻ്റെ എല്ലാം നടുവിൽ എതിർപ്പുകളെ മറികടക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതിൻ്റെ നടുവിലെല്ലാം ഒറ്റ പരിഹാരമുണ്ട്. എന്താ പരിഹാരം എന്നറിയാമോ? എബ്രായ ലേഖനം 1-13 വരെയുള്ള എല്ലാ അധ്യായങ്ങളും വായിച്ചാൽ ഈ ഒരു വിശ്വാസികളുടെ താഴ്ചയെ കാണാൻ കഴിയും. വേറൊരു കാര്യം കൂടെ നിങ്ങൾ കൂടാൻ കഴിയും. എല്ലാ അധ്യായത്തിലും ജീസസ് ഈസ് യുണീക്ലി പോർട്രേഡ്. യേശുവിനെ നിസ്തുല്യമായിട്ട് അവരെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എബ്രായ ലേഖനം 1:1 തുടങ്ങുന്നത് ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് അന്ത്യകാലത്ത് ഹി ഹാസ് സ്പോക്കൺ ഇൻ ഹിസ് സൺ, തൻ്റെ പുത്രനിൽ നമ്മോട് സംസാരിക്കും. ദ സൺ, തൻ്റെ പുത്രനിൽ. താഴോട്ടുള്ള അധ്യായം 13 വരെ 13 ചെല്ലാൻ നോക്കുന്നത് നാം അതുകൊണ്ട് അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. അതാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്നൊരു നഗരമില്ലല്ലോ. ഇതിന് നടുക്ക് എല്ലാ അധ്യായത്തിലും പറയുന്നുണ്ട്. 3:1 നാം വായിക്കുന്ന എന്താണ്? നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരുഷനുമായിരിക്കുന്നവനെ ഉറ്റുനോക്കുക, നിരീക്ഷിച്ച് നോക്കുക, മനനം ചെയ്യുക, ധ്യാനിക്കുക. ഒബ്സർവ് ഹിം. എബ്രായ ലേഖനം 12:2 നാം വായിക്കുന്നത് എന്താണ്? വിശ്വാസന നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക. What is the remedy? How will you be preserved? നമ്മുടെ ജീവിതം എങ്ങനെ പരിരക്ഷിക്കപ്പെടും, സൂക്ഷിക്കപ്പെടും? എങ്ങനെ ജീവിതത്തെ അതിജീവിച്ച് മാറ്റമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും? ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്. യേശുവിൽ നിങ്ങളുടെ കണ്ണ് നട്ടുകൊണ്ടിരിക്കുക. നെവർ ഹി ഷുഡ് ബി അവേ ഫ്രം അവർ ഹൊറൈസൺ. നമ്മുടെ ജീവിതത്തിന് ചക്രവാളത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകരുത്. എപ്പോഴും യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് നാം മുമ്പോട്ട് നടക്കുന്നവരായിരിക്കും. There is a pull, there is an attraction that Jesus alone can have over you. നിങ്ങളുടെ മേലെപ്പോഴും നിങ്ങളെ ആവസിക്കുവാൻ, നിങ്ങളെ ആകർഷിക്കുവാൻ കഴിയുന്ന ശക്തമായിരിക്കുന്ന ഒരു ആകർഷണ വലയം യേശുവിന് നൽകുവാനായിട്ട് കഴിയും. Jesus, praise the Lord. Looking unto Jesus in the book, ദൈവവചനത്തിൽ അവനെ കാണണം. നമ്മുടെ ധ്യാന സമയത്ത് അവനെ കാണണം. തിരുസന്നിൽ പ്രാർത്ഥനയിൽ അവനെ കാണണം. ദൈവവചന ഘോഷണത്തിൽ അവനെ കാണണം. നമ്മുടെ ജീവിതത്തിലെ അവസരങ്ങളിലെല്ലാം യേശുവിനെ കാണുന്ന, നമ്മുടെ ഹൃദയം തുറന്നവനെ കാണുവാൻ ഒരു പാട്ടിൽ പറയുന്ന പോലെ ഓപ്പൺ മൈ ഐസ് that I may see you. ഞാൻ അങ്ങയെ കാണേണ്ടതിനായിട്ട് എൻ്റെ കണ്ണ് തുറക്കണമേ. That should be a heart song. നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഗാനമായിട്ട് തീരണം. ഓപ്പൺ മൈ eyes. എൻ്റെ ഹൃദയത്തെ തുറന്ന് എനിക്ക് കാണണം. Go my dear brothers and sisters. സഹോദരി സഹോദരന്മാരെ, മുമ്പോട്ട് പോവുക. One thing what you lack is, നമുക്കുള്ള ഏക കുറവ് യേശുവിനെ നാം ഉറ്റുനോക്കുന്നില്ല എന്നുള്ളതാണ്, ശ്രദ്ധിച്ചു നോക്കുന്നില്ല എന്നുള്ളതാണ്. അവൻ നമ്മുടെ മാതൃകാ പുരുഷനാകുന്നില്ല എന്നുള്ള. അവനിൽ നിന്നാണ് വിശ്വാസം വരുന്നത്, അവനിൽ നിന്നാണ് പ്രത്യാശ വരുന്നത്, അവനിൽ നിന്നാണ് ജീവൻ വരുന്നത്, അവനിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സകല സ്രോതസ്സും. ഇൻ ഹിം ഈസ് ലൈഫ്. അവനിലാണ് ജീവനുള്ളത്. ആൻഡ് വി വിൽ ബി പ്രിസർവ്ഡ് ആൻഡ് വി വിൽ ഓവർകം. നാം നമ്മുടെ ജീവിതം എന്നും സൂക്ഷിക്കപ്പെടും. നമ്മുടെ ജീവിതം അതിജീവിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. സോ ദർ ഈസ് എ ഹിസ്റ്ററി ഓഫ് ഫോൾ. ഒരു ഭാഗത്ത് ഇതാ വീഴ്ചയുടെ ഒരു ചരിത്രം, മറുഭാഗത്ത് സാക്ഷികളുടെ ഇത്ര ഒരു സമൂഹം. ആമേൻ, ആമേൻ. ആൻഡ് ദേ ആർ അറൗണ്ട് us. നമ്മുടെ ചുറ്റും അങ്ങനെ അനേകരുണ്ട്. ആൻഡ് ജീസസ് ഈസ് ബിഫോർ us. അവനെ നമുക്ക് സൂക്ഷിച്ചു നോക്കാം. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ലെറ്റ്സ് ഗോ ഓൺ. നമുക്ക് മുമ്പോട്ട് പോവാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.